ഈ വീഡിയോയിൽ നമ്മൾ കുറേ വൈബ്രൻ്റ് ആയിട്ടുള്ള കുറേ ന്യൂസുകളാണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ ഗാസയെ ഒഴിപ്പിക്കൽ അത് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഈ ട്രംപ് ഇപ്പോൾ പറഞ്ഞ ആ ഒരു പ്രഖ്യാപനം ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഈ ഒരു പ്രഖ്യാപനം അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിരിക്കുകയാണ്. തൽക്കാലം ഗാസയ്ക്കുള്ളിൽ ഹമാസ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് സെറ്റിൽ ചെയ്യാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊരു സൈഡിൽ ഹമാസിന് ശരിക്കും പറഞ്ഞാൽ മൂട്ടിന് തീ പിടിച്ച അവസ്ഥയാണ്. ആ രീതിയിലാണ് ഹമാസ് അവിടെ ഒരു എത്തും പിടിയില്ലാതെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ട്രംപാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നത് ട്രംപാണെന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹമാസിന്റെ പകുതി മുക്കാൽ ആൾക്കാരൊക്കെ ഈ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഡോളറുകളൊക്കെ സമാഹരിച്ച് ഈ ഒരു ഹമാസിനെ ഇങ്ങനെ തീറ്റി പോറ്റാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള ഫണ്ടുകൾ അവിടെ നിന്നാണ് സ്വരൂപിക്കുന്നത്. ഇതൊക്കെ ഇല്ലീഗലായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് നടത്തുന്ന കാര്യങ്ങളാണ്. അല്ലാതെ അമേരിക്ക ലെജിറ്റിമേറ്റ്ലി അവർക്ക് പൈസ കൊടുത്ത് ഇങ്ങോട്ട് അയക്കുന്നതല്ല. പിന്നെ ഒബ്വിയസ്ലി ഖത്താറിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായം, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതേപോലെ ഈ ഒരു MB ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻറ്റയർ അറബ് വേൾഡ് തന്നെ ഒരു ഷോക്ക് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ഈ ഒരു പ്രഷർ, ട്രംപ് ഇട്ടിരിക്കുന്ന ഒരു പ്രഷർ ചെറിയ പ്രഷറല്ല. കാര്യം ഇത് അതായത് ഇവർ മറ്റേ ഇരവാദമൊക്കെ മുഴക്കിക്കൊണ്ട് പല രീതിയിലുള്ള സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ ഒരു മൂലയിൽ ഒതുക്കി കളയാം എന്നുള്ള നിലയിലാണ് ഇവര് കാര്യങ്ങൾ ഇതുവരെ മുന്നോട്ട് നീക്കിയത്. അതിനൊത്തു തന്നെയാണ് ഗ്ലോബലി ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും അതേപോലെ യുണൈറ്റഡ് നേഷൻസും ഇങ്ങനെ കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നിട്ട് ഈ ഒരു തീവ്രവാദ പ്രവർത്തനത്തിനെ ഒരു രീതിയിലും ഗണ്ണിക്കാതെ, ഒരു രീതിയിലുള്ള എതിർപ്പുകളും പ്രകടിപ്പിക്കാതെ ഒക്ടോബർ 7 എന്ന് പറഞ്ഞൊരു കാര്യം ഇസ്രായേൽ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ഒരുത്തരും പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു അതിക്രമം, ഈ ഒരു തീവ്രവാദ പ്രവർത്തനം കാണിച്ച ഈ ആൾക്കാരെ പരിപോഷിപ്പിച്ച് നിർത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മൊത്തത്തിൽ കണ്ടുവരുന്നത്. ഈ ഗസയ്ക്കുള്ളിൽ സിവിലിയൻസ് ആയിട്ടും കുട്ടികളായിട്ടൊക്കെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ട് ഓഫ് ദ വാർ. അതിന് കാരണകർത്താക്കൾ ഈ ഹമാസ് ഒക്ടോബർ 7 ആ കാണിച്ച ഒരു പ്രവൃത്തി, അത് തന്നെയാണ് ഇസ്രായേലിനെ കൊണ്ട് ഈ രീതിയിൽ ഒരു യുദ്ധത്തിന് നയിച്ചത്. അപ്പൊ അതാണ് അവിടെ ഒരു കാരണം. കോസ് ഈ ഒരു വാറിനുള്ള റീസൺ എന്താണ്, അതാണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിന് പകരം എൻറ്റയർ വേൾഡ് ഇപ്പൊ ഗ്ലോറിഫൈ ചെയ്യുന്നത് പറഞ്ഞാല് ഈ ഗസയ്ക്കുള്ളിൽ അതായത് ഭയങ്കര പരിതാപകരമായ അവസ്ഥ. യുദ്ധം നടന്നാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും അവസ്ഥ. ഇതുപോലെ യുദ്ധങ്ങൾ ഫേസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ജൂവിഷ് സമൂഹവും ഇതേപോലെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ കാണുന്ന ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാല് ആകെ ഈ ലോകത്തുള്ള ഒരേ ഒരു കൺട്രി, സിംഗിൾ കൺട്രി ഫോർ ജൂയിഷ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ് ഫ്രീ ആക്കി കൊടുക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരമാവും. എന്തിനാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? ഇപ്പം ഇത്രയും കാലം 1948 തന്നെ ഈ യുണൈറ്റഡ് നേഷൻസിന്റെ റെസൊല്യൂഷൻസ് ഇവര് ഈ ഒരു യാസർ അറാഫത്ത് ഒപ്പുവെച്ചെങ്കിലും അതിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ആ സ്പോട്ടിൽ തന്നെ യുദ്ധമാണ് തുടങ്ങിയത്. അതായത് അവിടെ സ്റ്റേറ്റ്, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഹുഡിനെ അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. അന്നും തയ്യാറല്ല, ഇന്നും തയ്യാറല്ല. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനീളം, ചരിത്രത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവർക്ക് സ്ഥലം നഷ്ടപ്പെട്ട ചരിത്രമാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനി മൊത്തത്തിൽ പറയാനുള്ളത് വെച്ചാൽ അവിടെ നിന്ന് മൊത്തത്തിൽ ഇറങ്ങിപ്പോയി കൊടുക്കുക, അതായിരിക്കും നല്ലത്. കാരണം ഇനിയെങ്കിലും ഈ ഒരു ജനങ്ങൾ കുറച്ച് സമാധാനമായിട്ട് ഈ ജൂവിഷ് അവരുടെ സ്റ്റേറ്റുമായിട്ട് ജീവിക്കട്ടെ, ഈ പാലസ്തീനിലുള്ള ആൾക്കാർ അവരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ. ഇപ്പൊ ഇതിനകത്ത് വെട്ടിലാവാൻ പോകുന്ന രണ്ട് കക്ഷികൾ, ഒന്ന് ഈ ഒരു അറബ് കമ്മ്യൂണിറ്റി, ഈ ഒരു ഗാസയെ വെച്ച് പൊളിറ്റിക്സ് നടത്തുന്ന അറബ് കമ്മ്യൂണിറ്റി നമ്പർ 1. അടുത്തത് ഹമാസ്. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വിരളി പിടിച്ച് നടക്കുന്നത് ഖത്തറിനാണെങ്കിൽ ഇപ്പം വല്ലാത്തൊരവസ്ഥയാണ്. ഖത്തർ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇപ്പം കാല് പിടിക്കാത്ത അവസ്ഥയാണ്. ഇസ്രായേലിന്റെ കാല് പിടിക്കാത്ത അവസ്ഥയിലാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. കാരണം ഖത്തറാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇസ്രായേലുമായിട്ട്. ഇപ്പൊ ഇതിനകത്ത് ഈ ട്രംപ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് രണ്ട് കാര്യങ്ങൾ നടക്കുന്ന ഇസ്രായേലിന്റെ ഉള്ളിൽ. ഒന്ന്, ഇസ്രായേലിന്റെ ഉള്ളിൽ ഫാർ റൈറ്റിലുള്ള സ്മൂട്രിച്ച് ഉൾപ്പെടെ, ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആയിട്ടുള്ള സ്മൂട്രിച്ച് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈം മിനിസ്റ്ററുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇതിനെ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഫർദർ സ്റ്റെപ്പ് എന്താണോ അത് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത അന്വേഷിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതൊരു സൈഡിൽ. ഇനി ട്രംപ് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നെതന്യാഹു എന്താണ് പറഞ്ഞിരിക്കുന്നത്? നെതന്യാഹുവിന്റെ മുൻകാല നിലപാടുകൾ ഇതിനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് വളരെ സ്യൂട്ടബിൾ ആയിട്ട് ഇതിനോടൊപ്പം മാച്ച് ചെയ്ത് പോകുന്നതാണ്. കാരണം എന്താ വെച്ചാല് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഒരു റീസെറ്റിൽമെന്റ്, ഗസയ്ക്കുള്ളില് റീസെറ്റിൽമെന്റിനെ നെതന്യാഹു താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്താണ് സംഭവം എന്ന് പറഞ്ഞാല് 33 ഹോസ്റ്റേജസ് റിലീസ് ചെയ്യേണ്ട ഈ ഒരു ഫസ്റ്റ് ഫേസിൽ 8 പേര് ജീവിച്ചിരിപ്പില്ല. ഈ 8 പേരുടെ ഈ ബോഡി ആയിരിക്കും ഹാൻഡ് ഓവർ ചെയ്യുന്നത്.
ഇവിടെ ഒരു പ്രശ്നം എടുത്ത് വരികയാണ്. അതായത് ഫസ്റ്റ് ഫേസ് ഡീൽ തന്നെ താളം തെറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഹമാസിന് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ശനിയാഴ്ച 3 പേരെ റിലീസ് ചെയ്യും, അതിന് പിന്നെ വ്യാഴാഴ്ച ഒരു 3 പേരെ റിലീസ് ചെയ്യും. അപ്പൊ ആ ഒരു 6 പേരെ റിലീസ് ചെയ്യുന്നതോടുകൂടി അടുത്ത ഫേസിലേക്കുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു ഫസ്റ്റ് ഫേസ് ഡിസ്കഷൻ തന്നെ അവിടെ വരും. എന്താണ് വരാൻ പോകുന്നത്? ഈ ബോഡികൾക്ക് പകരം ഞങ്ങൾക്ക് ലിവിംഗ് ഹോസ്റ്റേജിനെ തരുമെന്ന് ഇപ്പൊ ചോദിക്കും. അപ്പോഴും വീണ്ടും സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ച് ഡിസ്കഷൻ നടക്കത്തില്ല. ആദ്യഘട്ട ചർച്ച തന്നെ ഇപ്പൊ ഇവിടെ ഇൻകംപ്ലീറ്റ് ആയി നിൽക്കുകയാണ്. കാരണം ഈ ഒരു 8 പേര് മരണപ്പെട്ടു എന്നുള്ള ഒരു കാരണം കൊണ്ട്. കാരണം ഇസ്രായേൽ എപ്പോഴും ആവശ്യപ്പെടുന്നത് ജീവനോടെയുള്ള ബന്ദികളെ ഏറ്റവും ആദ്യം വിട്ടുതരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആസ് പെർ ദ എഗ്രിമെന്റ്. അപ്പൊ അതിവിടെ തടസ്സപ്പെടുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പം ഗ്രാസ് റൂട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. അപ്പൊ ഈ ഒരു ചർച്ച, ഇപ്പൊ ഈ ഒരു ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സീസ് ഫയർ അഗ്രിമെന്റ് ആദ്യഘട്ടം തന്നെ പൊളിയുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. 8 ജീവിച്ചിരിക്കുന്ന ബന്ദികളെ കൈമാറണം. അതാണ് ഇപ്പൊ ഇനിയിപ്പോ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ഇസ്രായേൽ ഇനിയിപ്പോ ഡിമാൻഡ് ചെയ്യാൻ പോകുന്നതാണ്. അവരുടെ നെസറ്റിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അവർ ഡിസ്കസ് ചെയ്യും. ഇത് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും സീസ് ഫയർ കൃത്യമായിട്ട് ഹമാസ് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നത്തിലാവും. പക്ഷെ ഹമാസ് എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊടുക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഹമാസിന് ഈ ഒരു ഡീല് മുന്നോട്ട് പോകണം എന്നാണ് താല്പര്യം. അവർക്ക് കൃത്യമായിട്ട് 3 ഘട്ടങ്ങളിലും അവർക്ക് 3 അജണ്ടയുണ്ട്. പിന്നെ സൗദി അറേബ്യക്ക് പറ്റിയ അബദ്ധം, സൗദി അറേബ്യ ഇതിൽ നിന്ന് ടോട്ടലി ഔട്ടാണ്. കാരണം സൗദി അറേബ്യ കാണിച്ച ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ കയ്യിൽ നിന്ന് പ്രതിരോധ ആയുധങ്ങൾ പർച്ചേസ് ചെയ്തതാണ് സൗദി അറേബ്യക്ക് പറ്റിയ അബദ്ധം. സൗദി അറേബ്യ മുൾമുനയിലാണ്. സൗദി അറേബ്യയ്ക്കും പാലസ്തീനും ഒരു റോളും ഇല്ല എന്നുള്ള അവസ്ഥയിൽ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ അങ്ങ് നിരുപാധികം തീർത്ത് പറഞ്ഞു കളഞ്ഞു. അതായത് ഈ പാലസ്തീൻ സ്റ്റേറ്റ്ഹുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യ ഇങ്ങോട്ട് വരേണ്ട. സൗദി അറേബ്യയ്ക്കും ഇസ്രായേലിനും ബന്ധം വേണമെങ്കിൽ മാത്രം സൗദി അറേബ്യ ഇടപെട്ടാൽ മതി. അല്ലാതെ വേറൊരു സ്റ്റേറ്റിനെ കൊണ്ട് നിങ്ങൾ പാലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടായാലേ സൗദി ഇസ്രായേൽ നോർമലൈസേഷൻ നടക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നോർമലൈസേഷൻ വേണ്ട എന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഒരു രീതിയിൽ ഇടപെടാൻ പറ്റാതെ സൗദി മാറി നിൽക്കുകയാണ്. ഇനി ട്രംപിന്റെ ഒരു വിസിറ്റ് സൗദി അറേബ്യയിൽ നടന്ന് MBSുമായിട്ട് ഒരു ഡിസ്കഷൻ നടന്ന് ഒന്ന് റെഡി ആവണം. എന്നാൽ മാത്രമേ ഇനി സൗദി അറേബ്യയ്ക്ക് ഒരു ഊർജ്ജം കിട്ടുള്ളൂ. ആ രീതിയിലാണ് സൗദി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പം ഖത്തർ അതുപോലെയുള്ള ബാക്കിയുള്ള അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ്. കാരണം ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ട്രംപ് പറഞ്ഞ ഇപ്പൊ ഡിസിഷൻ ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇസ്രായേലാണ് ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങൾ ഓൾറെഡി തന്നെ ഹമാസ് ഇന്നലെ സീസ് ഫയർ ലംഘനം നടത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഡിസ്കഷൻ ചെയ്യേണ്ടത് ഇസ്രായേലിലാണ്. ഇനിയിപ്പോ നെതന്യാഹുവിനോട് ഡിസ്കസ് ചെയ്യാതെ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഇവർ പറയുന്നത് ഈ ഒരു അതായത് പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണം, ഈ ഗാസൻസിനെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാൻ പാടില്ല എന്നുള്ള റിക്വസ്റ്റുമായിട്ടാണ് നിൽക്കുന്നത്. അതിനും ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. അതിലുപരിയായിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്നത് ട്രംപ് പറഞ്ഞ കാര്യം ജോർദാനും ഈജിപ്തും ഡിനൈ ചെയ്തു, ഗാസൻസിനെ എടുക്കൂല എന്നാണ്. അങ്ങനെയൊന്നുമില്ല. ഈജിപ്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ബോർഡർ ഗാസക്കാർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അടച്ചിട്ടില്ല. ഇപ്പോഴും ഗസയിലുള്ള ആൾക്കാർ റഫ ബോർഡർ വഴി ഈജിപ്തിലോട്ട് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ഈജിപ്തിനുള്ളിൽ വരാൻ എപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ നടപടി അതിനുവേണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈജിപ്തിന്റെ വാതിലുകൾ എപ്പോഴും ഗസക്കാർക്ക് വേണ്ടി തുറന്നു തന്നെ ഇരിക്കുന്നതാണ് അബ്ദൽ ഫത്താ അൽ സിസി, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത്? വളരെ വ്യക്തമാണ്. അപ്പൊ ഈജിപ്ത് അവരെ റിസീവ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ജോർദാന്റെ ഭാഗത്ത് ജോർദാന്റെ രാജാവ് കിങ് അബ്ദുള്ള ഒരിക്കലും ഇതിനെ ഡിനൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ആകെ കൂടെ പറഞ്ഞിട്ടുള്ളത് ഫോറിൻ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ആണ് ഇതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജോർദാൻ ഫോർ ജോർദാനിയൻസ്, പാലസ്തീൻ ഫോർ പാലസ്തീനിയൻസ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അവിടെയും കൃത്യമായിട്ട് ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ജോർദാൻ രാജാവിന്റെ തീരുമാനം ട്രംപിനോടൊപ്പമാണ്. അപ്പൊ ഇത് ഡിനൈ ചെയ്തിട്ടില്ല എവിടെയും. ട്രംപിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഫേക്ക് ആക്കി പൊളിച്ച് കൈ കൊടുക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ചില മാധ്യമങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തോടു കൂടി ഇങ്ങനെ പടച്ചു വിടുന്നതാണ് ഇങ്ങനത്തെ വാർത്തകൾ. അപ്പൊ എന്തായാലും അതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ് ഉറപ്പായിട്ടുണ്ടാവും. കാരണം ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ട്രംപിനെ പറ്റിയ ഒരു മിസ്റ്റേക്കോ അബദ്ധമോ അല്ല, അത് കൃത്യമായി ഡിസ്കസ് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് എടുത്ത ഒരു ഡിസിഷൻ ആണ്. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ UAE-യിലാണ് ഉള്ളത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ. അവിടെ ശരിക്കും പറഞ്ഞാൽ ബൈലേറ്ററൽ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ, അതായത് ബൈലേറ്ററൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത്. 2 ദിവസത്തെ വിസിറ്റ് ആണ് ജയശങ്കർ നടത്തുന്നത്. ഇതിനകത്ത് ഓയിൽ ഉൾപ്പെടെയുള്ള പല മേഖലകളിലും UAE-യുമായിട്ട് നടത്തുന്ന സഹകരണത്തിനെ കുറിച്ചും പിന്നെ ഇനിയും നമ്മളുടെ ട്രേഡ് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാം, ഏതാണ്ട് 2023-24 $84 ബില്യൺ വർത്ത് വരുന്ന ട്രേഡാണ് 2 രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തത്. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ UAE-യുടെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ്. അപ്പൊ അതുകൊണ്ട് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പല ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയും കാണുന്നതായിരിക്കും. പുതിയ കരാറുകൾ, പുതിയ ബൈലേറ്ററൽ റിലേഷൻഷിപ്പുകൾ, പുതിയ ട്രേഡ് എഗ്രിമെന്റുകളൊക്കെ വെക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RBI നമ്മുടെ റുപ്പീസിന്റെ മൂല്യം കുറച്ച് ഇടിഞ്ഞിടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് കുറച്ച് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്
കുറച്ച് ഡോളറൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചൊരു 60,000 കോടി രൂപ സമാഹരിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 60,000 കോടി രൂപ വരുന്ന മാർച്ചിനുള്ളിൽ, അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുന്നതിന് മുമ്പ്, അതായത് നടപ്പ് വർഷം 24-25 ഫിസിക്കൽ ഇയർ തീരുന്നതിന് മുമ്പായിട്ട് 60,000 കോടി രൂപ ഫണ്ട് സമാഹരിക്കാനാണ് RBI തീരുമാനിച്ചിരിക്കുന്നത്. അതിലൂടെ ആ ഒരു എമൗണ്ട് കൂടുതൽ പബ്ലിക് സെക്ടർ ബാങ്ക് വഴി മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യാനാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത്. ഡോളർ സ്ട്രോങ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് റുപ്പീസിന്റെ മൂല്യം ഇടിഞ്ഞിടിഞ്ഞ് പോവായിരിക്കും. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്ന് ഈ റുപ്പീസിന്റെ മൂല്യം ഇടിഞ്ഞു പോകുന്നതിനെ കുറച്ച് ബ്രേക്ക് ചെയ്ത് വിടാം, കുറച്ച് തടസ്സപ്പെടുത്തി വിടാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇടിവായിരിക്കും രേഖപ്പെടുത്തുക. അപ്പൊ ആ ഒരു ഇടിവിലേക്ക് വിടാണ്ട് ഡോളർ വിറ്റോണ്ടും അതുപോലെ തന്നെ സെക്യൂരിറ്റി ബോണ്ടുകൾ വിറ്റോണ്ടും ഈ ഒരു 60,000 കോടി സമാഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാർച്ചിനുള്ളിൽ. ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടെ ചേർന്നിട്ട് അവർ ഫ്ലൈറ്റ് സർവീസ് തുടങ്ങാൻ പോകുന്നു, ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസ്. അതായത് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്കും ബാംഗ്ലാദേശിൽ നിന്ന് പാകിസ്ഥാനിൽ ബാക്ക് ടു ബാക്ക് അവർക്ക് എയർ സർവീസ് തുടങ്ങുകയാണ്. തീവ്രവാദികളെ വളരെ എളുപ്പത്തിൽ അവർക്ക് ഇനി ബംഗ്ലാദേശിൽ എത്തിക്കാം. പാകിസ്ഥാനിൽ നിന്ന് ISIയുടെ കയ്യിൽ കിട്ടിയ ഒരു പാവയായിട്ട് മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശ്. എന്നാൽ ഇത്രമാത്രം തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന യുവമാരുടെ നാട്ടിന്റെ ഉള്ളിൽ തന്നെ, ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ കാർ ബോംബ് സ്ഫോടനം, ഒരു കാർ കൊണ്ട് ബസിന്റെ മുകളിൽ ഇടിച്ച് സ്ഫോടനം നടത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 2 പേർ കൊല്ലപ്പെട്ടു, 7 പേർക്ക് അതിക്രൂരമായ പരിക്കുകൾ. അടുത്ത ഒരു തീവ്രവാദ ആക്രമണം നൈജീരിയയിൽ 27 പേർ കൊല്ലപ്പെട്ടു. ഇത് നൈജീരിയയുടെ ആർമി ഓഫീസിന്റെ ഉള്ളിലാണ് ഈ ഒരു ആക്രമണം നടന്നത്. തീവ്രവാദ ആക്രമണമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ മറ്റേ 2S ഇല്ലേ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന വെസ്റ്റ് ആഫ്രിക്കൻ പ്രൊവിൻസ്, അങ്ങനെ ഒരു സംഘടനയുണ്ട്. ആ ഒരു സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ ആലോചിച്ചോണം, മിലിറ്ററി ഏരിയയിലാണ് ഈ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത്. മരിച്ചവരെല്ലാം തന്നെ ആർമി ഉദ്യോഗസ്ഥരാണ്. ഞാൻ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ബംഗ്ലാദേശിനെ കുറിച്ച് ഒരു വീഡിയോ, അതായത് ബംഗ്ലാദേശിന്റെ ആർമീന്റെ ഉള്ളിൽ നടക്കുന്ന ചില കയ്യാങ്കളികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സെയിം വിഷയം ഇപ്പൊ ഇതാ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വക്കാറുസ്സമാൻ എന്ന് പറഞ്ഞ അവിടുത്തെ ആർമി ചീഫിനെ അട്ടിമറിച്ചുകൊണ്ട് മുഹമ്മദ് ഫൈസുർ റഹ്മാൻ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ അനുയായിയായിട്ടുള്ള വേറൊരു മേജർ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഈ ഒരു ഫൈസുർ റഹ്മാൻ ഈ വക്കാറുസ്സമാനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ആർമി ജനറൽ ആവാനും അതിലൂടെ പട്ടാള അട്ടിമറി നടത്തി ഈ ഒരു ബംഗ്ലാദേശിന്റെ ഭരണം ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ടുള്ള വാർത്ത ഇതാ പുറത്തു വന്നിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ വാർത്ത നമുക്ക് മനസ്സിലായതാണ്. ആ വാർത്ത നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുമുണ്ട്. ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡീപ്പോർട്ടേഷൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇല്ലീഗൽ എമിഗ്രന്റിനെയൊക്കെ പിടിച്ചിങ്ങനെ നാട് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയ്യും കാലിലൊക്കെ ചങ്ങലയൊക്കെ വെച്ച് കയറ്റി അങ്ങ് വിടുകയാണ്. അങ്ങനെ കൊളംബിയയിലേക്ക് ഫ്ലൈറ്റ് കയറ്റി വിട്ടപ്പോഴത്തേക്കും കൊളംബിയ അവരെ റിസീവ് ചെയ്യാൻ തയ്യാറായില്ല. ഫ്ലൈറ്റ് റിട്ടേൺ തിരികെ വരികയാണ് ചെയ്തത്. ട്രംപിന് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിച്ചു. അങ്ങനെ ദേഷ്യം പിടിപ്പിച്ചപ്പോഴേ 25% കൊളംബിയക്ക് ടാക്സ് ഇമ്പോസ് ചെയ്തു, താരിഫ്. അടുത്ത ഉടനെ തന്നെ സഡൻലി കൊളംബിയ യൂട്ടേൺ അടിച്ചിട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റിനെ വിട്ട് ഈ ഒരു ഏതാണ്ട് 10-20,000 ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, ഈ ഒരു കൊളംബിയയുടെ ഇല്ലീഗൽ എമിഗ്രന്റ്, അവരെ ഞങ്ങൾ തിരിച്ചെടുത്തോളാം എന്നുള്ള രീതിയിൽ ഇപ്പം അപ്പോളജിയുമായിട്ട് നിൽക്കുകയാണ്. ഇത് ആദ്യമേ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ. അപ്പൊ തന്നെ അവരെ ഇവിടെ കൊണ്ട് വിട്ടതാണ്. കൊളംബിയ ആ ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള പെർമിഷൻ കൊടുത്ത് ആ ആൾക്കാർ നിങ്ങളുടെ സിറ്റിസൺസ് അല്ലേ, അവർ ഇല്ലീഗൽ എമിഗ്രന്റ് അല്ലേ, അവരെ ഒന്ന് റിസീവ് ചെയ്തൂടെ. അപ്പൊ അങ്ങനത്തെ മാന്യമായ പ്രവർത്തികളൊന്നും അവർ ചെയ്തില്ല. അതിനുള്ള പണി ട്രംപ് കൊടുത്തിട്ടുണ്ട്, മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട് കൊളംബിയയെ. ഇതേപോലെ മെക്സിക്കോയ്ക്കും ഇന്ന് ഇതേ സംഭവം സംഭവിച്ചു. മെക്സിക്കോ US-ന്റെ മിലിറ്ററി ഫ്ലൈറ്റ് ഈ ഒരു ഡീപ്പോർട്ടേഷൻ ചെയ്ത ഈ ആൾക്കാരെ കൊണ്ട് മെക്സിക്കോയിലോട്ട് പോയ ആ ഒരു ഫ്ലൈറ്റിനെ അവിടെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു ക്ലാഷ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിപ്പോ എന്താവും അറിയത്തില്ല. പിന്നെ മെക്സിക്കോയ്ക്ക് ഓൾറെഡി താരിഫ് പറഞ്ഞതുകൊണ്ട് തന്നെ 100 പറഞ്ഞ് ഇനിയിപ്പോ 125 200 ഒക്കെ പറയേണ്ടി വരും, താരിഫ് കൊണ്ട് ഡിപ്ലോമസി നോക്കുന്നെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം ശക്തമായ വേറെ നടപടികൾ എന്തെങ്കിലും എടുക്കേണ്ടി വരും. അപ്പൊ എന്നാലും ഇപ്പം ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ മുസ്ലിം ബാൻ 2.0 കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറച്ച് പ്രായോഗികമായ രീതിയിൽ ഇത്തവണ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. കാരണം അത് കണക്റ്റഡ് ആയിട്ട് 2-3 സബ്ജക്റ്റുകൾ ലിങ്ക് ആയി വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണുക. എല്ലാം തന്നെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള 1-2 പോയിന്റ്സുകളല്ല, അതിൽ കൂടുതൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണുള്ളത്. കാരണം നമ്മൾ അത്രമാത്രം ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ വാർത്തകളൊക്കെ ഇരുന്ന് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.